ഇറാന്റെ ആഭ്യന്തര ഭദ്രതയെ ഉലച്ചുകൊണ്ട് കുർദിഷ് ജനതയ്ക്കിടയിൽ പുതിയൊരു പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ പ്രവാസികളായി കഴിയുന്ന പതിനായിരക്കണക്കിന് ഇറാനിയൻ കുർദുകൾ ടെഹ്റാനിലെ ഭരണകൂടത്തിനെതിരെ വീണ്ടും ആയുധമെടുക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കങ്ങളും ഇറാന്റെ മേൽ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദവുമാണ് ഇത്തരമൊരു ചിന്തയിലേക്ക് കുർദിഷ് സായുധ സംഘത്തെ എത്തിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി തങ്ങൾ സ്വപ്നം കാണുന്ന മാതൃഭൂമിയിലേക്കുള്ള മടക്കത്തിന് പറ്റിയ ചരിത്രപരമായ അവസരമാണിതെന്ന് പല കുർദിഷ് നേതാക്കളും വിശ്വസിക്കുന്നുണ്ട്. ഒരു കാലത്ത് അതിജീവനത്തിനായി മാത്രം പാടുപെട്ടിരുന്ന ഇറാഖിലെ കുർദിഷ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോൾ സായുധ പ്രതിരോധത്തെക്കുറിച്ചും ഭരണകൂടത്തിന്റെ തകർച്ചയെക്കുറിച്ചുമുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. ഇറാനിൽ സമീപകാലത്തുണ്ടായ ആഭ്യന്തര അശാന്തിയും മാസങ്ങളായി തുടരുന്ന യുദ്ധവും ടെഹ്റാനിലെ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തിയെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഇത്തരമൊരു സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ള സൈനിക സമ്മർദ്ദത്തിനൊപ്പം ഉള്ളിൽ നിന്നുകൂടി ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇറാനിലെ കുർദിസ്ഥാൻ മേഖലയിൽ സ്വയം ഭരണത്തിനായോ സ്വതന്ത്ര രാജ്യത്തിനായോ വർഷങ്ങളായി പോരാടുന്ന നിരവധി സംഘടനകൾക്ക് ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ ശക്തമായ സ്വാധീനമുണ്ട്. KDPI, കൊമല തുടങ്ങിയ സംഘടനകൾ മുൻപ് ഇറാനിൽ ഒളിപ്പോരുകൾ നടത്തിയിട്ടുള്ളവരാണ്. ഇറാനിലെ നിലവിലെ പ്രതിസന്ധി മുതലെടുത്ത് അതിർത്തി കടന്ന് വീണ്ടും സായുധ വിപ്ലവം തുടങ്ങാനാണ് ഇവരുടെ തീരുമാനം. തങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്ന ബോധം യുവതലമുറയിലെ കുർദുകളെ ഈ പോരാട്ടത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണ ഈ നീക്കങ്ങൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷ കുർദിഷ് പോരാളികൾക്കിടയിലുണ്ട്. ഇറാന്റെ ഉള്ളിൽ അസ്ഥിരതയുണ്ടാക്കാൻ കുർദിഷ് വിമതരെ ഉപയോഗിക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തന്ത്രപരമായ നീക്കമായി നിരീക്ഷകർ കാണുന്നു. ഇറാന്റെ സൈനിക ശ്രദ്ധ ഹോർമുസ് കടലിടുക്കിലും അതിർത്തികളിലും കേന്ദ്രീകരിച്ചിരിക്കെ രാജ്യത്തിനുള്ളിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ടെഹ്റാന് വലിയ വെല്ലുവിളിയാകും. ഭരണമാറ്റത്തിനായി കാത്തിരിക്കുന്ന പല വിഭാഗങ്ങളും കുർദിഷ് പോരാളികളെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇറാനിലെ പരമോന്നത നേതാവ് ഖമേനിയുടെ പിൻഗാമിയായി മുജ്തബ ഖമേനി എത്താനുള്ള നീക്കങ്ങൾ നടക്കവേ രാജ്യത്തിനകത്തുണ്ടാകുന്ന ഇത്തരം കലാപങ്ങൾ ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കും. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും തൊഴിലില്ലായ്മയും ഇറാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുർദിഷ് വിപ്ലവത്തിന് വളമാകുമെന്ന് അവർ കരുതുന്നുണ്ട്. എങ്കിലും ഇത്തരം ഒരു നീക്കം അത്യന്തം അപകടകരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ തങ്ങളുടെ അതിർത്തിക്കപ്പുറമുള്ള കുർദിഷ് ക്യാമ്പുകൾക്ക് നേരെ മുൻപ് പലതവണ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. വിമതർ ആയുധമെടുക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ഇറാന്റെ പ്രത്യാക്രമണത്തിന് കാരണമായേക്കാം. ഇത് ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇടയാക്കിയേക്കും. കുർദിഷ് സമൂഹത്തിനുള്ളിൽ തന്നെയുള്ള യുവാക്കൾക്കിടയിൽ ആവേശവും ആത്മവിശ്വാസവും വർദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ സ്വത്വം വീണ്ടെടുക്കാനും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാനും പോരാട്ടമല്ലാതെ മറ്റു വഴികളില്ലെന്ന് പലരും കരുതുന്നു. മാതൃഭൂമി അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യം വീണ്ടും ക്യാമ്പുകളിൽ മുഴങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാനിലെ മതഭരണകൂടം കുർദിഷ് വിഭാഗത്തെ എപ്പോഴും ശത്രുതയോടെയാണ് കണ്ടിട്ടുള്ളത്. കുർദുകളുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന പരാതിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ ലഭിച്ച ഈ നയതന്ത്രപരമായ അവസരം വിനിയോഗിച്ചില്ലെങ്കിൽ ഇനി ഇത്തരമൊരു സന്ദർഭം ലഭിക്കില്ലെന്ന് വിമത നേതാക്കൾ സൈനികർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ കുർദുകളുടെ അവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് കേവലം മനുഷ്യാവകാശ പ്രശ്നമല്ല, മറിച്ച് ഒരു സായുധ പോരാട്ടമായി മാറുകയാണ്. ഇതിന് ലഭിക്കുന്ന വിദേശ സഹായം ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ടെഹ്റാൻ ആവർത്തിച്ചു പറയുന്നു. ചാരപ്രവർത്തനവും അട്ടിമറിയും നടത്താനാണ് അമേരിക്ക കുർദുകളെ ഉപയോഗിക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം. യഥാർത്ഥത്തിൽ ഇറാന്റെ ഉള്ളിൽ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇറാഖിനെയും തുർക്കിയെയും സിറിയയെയും ബാധിക്കും. ഈ രാജ്യങ്ങളിലെല്ലാം കുർദിഷ് ജനവിഭാഗങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഇറാനിലെ കുർദുകളുടെ വിജയം ഈ രാജ്യങ്ങളിലെ കുർദുകൾക്കും ആവേശം നൽകും. ഇത് പശ്ചിമേഷ്യ മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്തിയേക്കാം. വിമത ഗ്രൂപ്പുകൾക്ക് ആധുനിക ആയുധങ്ങളും പരിശീലനവും നൽകുന്നതിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കും തന്ത്രപ്രധാനമായ ഇടങ്ങൾക്കും നേരെ കുർദിഷ് വിമതർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് IRGC മുന്നറിയിപ്പ് നൽകുന്നു.
യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന കുർദിഷ് വിഭാഗങ്ങൾക്ക് മുൻപിൽ വെല്ലുവിളികളും കുറവല്ല. ഇറാന്റെ കരുത്തുറ്റ സൈനിക വ്യൂഹത്തെയും വ്യോമസേനയെയും വെറും ഒളിപ്പോരാളികൾക്ക് നേരിടാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ ആധുനികമായ ഡ്രോൺ സാങ്കേതിക വിദ്യയും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് വിമതർ അവകാശപ്പെടുന്നു. ഇറാനിലെ ജനത ഒന്നടങ്കം ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കുർദിഷ് വിപ്ലവം വിജയിക്കൂ എന്ന് കരുതുന്നവരുണ്ട്. മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായും പ്രതിപക്ഷ ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് കുർദിഷ് നേതാക്കൾ ശ്രമിക്കുന്നത്. സമീപ മാസങ്ങളിലുണ്ടായ യുദ്ധങ്ങളും പ്രക്ഷോഭങ്ങളും ഇറാന്റെ ആഭ്യന്തര നിരീക്ഷണ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തിയിരിക്കാം. ഇത് മുതലെടുത്ത് രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാനാണ് കുർദിഷ് പോരാളികളുടെ പ്ലാൻ. ഓരോ കുർദിഷ് ഗ്രാമങ്ങളും വിപ്ലവത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ മിസൈൽ ആക്രമണങ്ങൾക്കും അമേരിക്കയുമായുള്ള വാക്പോരുകൾക്കും ഇടയിൽ ഇറാന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഈ കുർദിഷ് വിപ്ലവം അതീവ നിർണായകമാണ്. മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിന് ശേഷം ഇറാൻ ഭരണകൂടം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തങ്ങളുടെ സ്വന്തം മണ്ണിൽ നിന്നുള്ള ഈ പോരാട്ടമായിരിക്കും. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിയെഴുതാൻ ശേഷിയുള്ള ഈ നീക്കം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവും.